തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കുള്ള വ്യോമപാത അപകടരഹിതമാക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിൽ. ഉയരം കൂടിയ കെട്ടിടങ്ങൾ, മൊബൈൽ ടവറുകൾ, മരങ്ങൾ എന്നിവയാണ് നീക്കം ചെയ്യുന്നത്. വിമാനത്താവളത്തിന്റെ 20 കിലോമീറ്റർ പരിധിയിലെ തടസ്സങ്ങളാണ് നീക്കുന്നത്. വിമാനങ്ങളുടെ ലാൻഡിംഗും ടേക്ക് ഓഫും കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തുടനീളമുള്ള വ്യോമഗതാഗതം കൂടുതൽ സുഗമവും സുരക്ഷിതവുമാക്കാനുള്ള നീക്കം സർക്കാർ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ വ്യോമപാതയിൽ പൈലറ്റുമാർക്ക് കാഴ്ച മറക്കുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളും മരങ്ങളും ഉൾപ്പെടെ 1064 തടസ്സങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ 646 ഉടൻ നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട്. വ്യോമപാത അപകടരഹിതമാക്കാനുള്ള നടപടികൾ 2 വർഷം മുമ്പേ തുടങ്ങിയിരുന്നു. 141 തടസ്സങ്ങളാണ് കണ്ടെത്തിയത്. വേളിയിലെ വ്യാപാര സ്ഥാപനത്തിലെ 31 മീറ്റർ ഉയരമുള്ള ചിമിനി ലാൻഡിംഗിന് തടസ്സമായതിനാൽ ഓൾസൈൻഡ് ഭാഗത്തെ റൺവേയിലൂടെ നിലവിൽ ലാൻഡിംഗ് ഒഴിവാക്കിയിട്ടുമുണ്ട്. വിമാനത്താവളത്തിന് ചുറ്റുമുള്ള ഉയരം കൂടിയ മരങ്ങൾ, കെട്ടിടങ്ങൾ, മൊബൈൽ ടവറുകൾ, മിന്നൽ രക്ഷാചാലകങ്ങൾ എന്നിവയാണ് നീക്കം ചെയ്യുന്നത്. വള്ളക്കടവ്, ഓൾസൈൻഡ്, ബാലനഗർ, ചാക്കാശംഖുമുഖം റോഡ്, ചിത്രാഞ്ജലി സ്റ്റുഡിയോ, എയർഫോഴ്സ് സ്റ്റേഷൻ, ഐശ്വര്യനഗർ, ജഡ്ജിക്കുന്ന് എന്നിവിടങ്ങളിലെ തടസ്സങ്ങളാണ് നീക്കം ചെയ്യുന്നത്. 4358 മരങ്ങളും 14 കെട്ടിടങ്ങളും നീക്കം ചെയ്തു കഴിഞ്ഞു. അപകട ഭീഷണി ഉയർത്തിയ കെട്ടിടങ്ങൾ നീക്കം ചെയ്യാൻ ഉടമകൾക്ക് 4 കോടി രൂപയോളം നഷ്ടപരിഹാരം നൽകിയിരുന്നു. വ്യോമപാതയ്ക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ, മരങ്ങൾ എന്നിവ നീക്കം ചെയ്യാൻ DGCAക്ക് ഉത്തരവിടാം. 60 ദിവസത്തിനുള്ളിൽ മാറ്റിയില്ലെങ്കിൽ കലക്ടർക്ക് ഇവ നീക്കം ചെയ്യാനുള്ള അധികാരമുണ്ട്. സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം.